ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇക്കൊല്ലം മുതൽ എല്ലാവരും ഭയങ്കര ഹെൽത്തി കുട്ടന്മാരായിരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന്. എനിക്ക് പൊതുവേ ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഡു ജിലേബി ഒന്നും ഇഷ്ടമല്ല, പക്ഷേ ബ്രൗണി, ഐസ്ക്രീംസ് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഷുഗർ കട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ബ്രൗണി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ട് എങ്ങനെ ഒരു ബ്രൗണി ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത്, ഇതിന് നമ്മൾ ഷുഗർ എടുക്കുന്നില്ലല്ലോ, നോ ഷുഗർ സാധനമാണ് ഏത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ശർക്കര, ജാഗ്രി പൗഡറാണ്. ഇത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ ജാഗ്രി ഇടുവാണ്. എഴുതി കാണിക്കണേ. എഴുതി കാണിക്കാം. ജാഗ്രി പൗഡറാണ് ഗൈസ്. 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേയൊക്കെ ഇടുന്നുണ്ട്. ഇപ്പം ആരെങ്കിലും പറയും ഇതും ഹെൽത്തി അല്ലെന്ന്, അതെങ്ങനെയുണ്ട്? അത് കഴിഞ്ഞ് 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇടുന്നത്. ഇടുവാണ്. എൻ്റെ ഡൗട്ട് ഈ 6 ടേബിൾ സ്പൂൺ ഒക്കെ ഇടുമ്പോഴേ ഇത് കഴിക്കില്ലേന്നാ. അത് കറക്റ്റ് ഇട്ടാൽ മതി. ആ മേളിൽ ആണല്ലേ? ഓക്കെ, അത് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, ഫോർ യുവർ ഇൻഫർമേഷൻ, നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നത് മീന ചേച്ചിയാണ്. ഓക്കെ, ഒന്നും കൂടി ആയി. ഓക്കെ, കഴിഞ്ഞ് 6, ഏകദേശം 6 ഇത് കുറേ ഉണ്ട് കേട്ടോ. എനിക്കൊരു ഭയം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ്. മെൽറ്റഡ് ബട്ടറാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബട്ടർ എടുത്തിട്ട് മൈക്രോവേവിൽ 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ ചുമ്മാ ഗ്യാസിൽ ചൂടാക്കിയാലും മതി. 3 ടേബിൾ സ്പൂൺ ബട്ടർ. കുറച്ചും കൂടി ഒഴിക്കാൻ, കാരണം കുറവാണ് ഒഴിച്ചത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് വീറ്റ് ഫ്ലോർ, ഗോതമ്പ് പൊടിയാണ്. കാരണം നമ്മൾ മൈദ യൂസ് ചെയ്യുന്നില്ല, മൈദ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് തന്നെ മൈദ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഗോതമ്പ് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു 1/2 കപ്പ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. അത് 1/2 കപ്പ് പാല് വേണം. ഒന്നരാന്നല്ലേ പറഞ്ഞേ? കറക്റ്റ്, കുറച്ചും കൂടി കുറവുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനങ്ങൾ. ഇത് എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് ഫുള്ളുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യാം. ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട വീഡിയോയിലേ കുറച്ചും കൂടി ഒരു മനസ്സിലായ ഒരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നു. ഇത് ഒരുമാതിരി കഞ്ഞി പോലെ ഇരിക്കുന്നു. ഇതിങ്ങനെ കേക്കിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയല്ലേ? അല്ലേ? ഇതൊരു മാതിരി ആവുന്നുണ്ടല്ലേ? ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, കുക്കിംഗ് വീഡിയോ നമുക്ക് പറ്റുന്ന പരിപാടിയല്ലെന്ന്. കുക്കിംഗ് അത് വേണ്ട, വേറെന്തെങ്കിലും വാർത്താളമാണെങ്കിൽ ഓക്കെ. ഇതൊന്നും നടക്കുന്ന പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകദേശം ഒരു ഇങ്ങനെ ആയിട്ടുണ്ട്. കേക്കിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ഇതായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത് വെച്ച് തന്നെ അങ്ങ് ചെയ്ത് നോക്കാമെന്ന്. ചിലപ്പോൾ ഫ്ലോപ്പാവും, ചിലപ്പോൾ സക്സസ് ആവും, നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് ചോപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. ഇത് 30 ഗ്രാമിൻ്റെ പാക്ക്. അപ്പോൾ ഞാനൊരു പകുതി 50 ഗ്രാം എടുത്ത് ഇങ്ങനെ മുറിക്കുന്നു. ചെറുതാക്കി മുറിക്കണം എന്നാണ്. മൊത്തം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കണ്ട. എന്താ അറിയോ ചേച്ചി, ഫ്ലോപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് എങ്കിലും കഴിച്ച് നമുക്ക് നമ്മുടെ വിഷമം മാറ്റാലോ. ഓക്കെ, കുറച്ച് സാധനം നമുക്ക് ഇതിന് മീതെ ഇടാം ചുമ്മാ. അത് കഴിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാൻ മീതെ വേറെ ഇടാം. ഇത് കുറച്ച് ഇടയിൽ ഇരുന്നോട്ടെ, ഒരു ചെറിയൊരു ഗുമ്മിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു ലൂസായി.
വിശ്വാസമില്ല എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട വീഡിയോയിൽ ഇങ്ങനെ അല്ലാത്തതുകൊണ്ടേ അപ്പോൾ നമുക്ക് ഇത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട്, ബട്ടർ പേപ്പർ തന്നെ അതിന് പറയാല്ലേ, ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന്, കുറച്ച് ബട്ടർ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ഒഴിക്കുകയാണ്. പ്രൊഫഷണൽ ബേക്കേഴ്സ് അല്ലാത്തതുകൊണ്ട് പ്രൊഫഷണൽ ബേക്കിംഗ് എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ പാത്രങ്ങളൊന്നുമില്ല, ഉള്ള സാധനത്തിൽ അങ്ങ് ഒഴിക്കുകയാണ് ഗൈസ്. എന്താവും എന്നറിയില്ല ഈശ്വര, കുറച്ച് കൂടുതൽ ഉണ്ട് സാധനം, മനസ്സിലായോ? ബട്ടർ പേപ്പർ ഇതിൻ്റെ അതിൽ കൂടെ വരും എന്നാണ് എൻ്റെ ഡൗട്ട്. ഒരു വീറ്റിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, നോക്കാം. യാ ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ബാക്കിയുള്ള കുറച്ച് ചോക്ലേറ്റ്സും കൂടി അവിടെ ഇവിടെയൊക്കെ ഇട്ടിടാം. ഈ വീഡിയോ മിക്കവാറും പുറകിലും കാണാൻ ചാൻസ് കുറവാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വിചാരിച്ചു അതും കൂടി കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഇടാമെന്ന്. ഇങ്ങനെ കാണാൻ ഗുമ്മുണ്ട്, ഒരു ലുക്കുണ്ട്. ഞാൻ വരുമ്പോൾ എന്താവും അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് മൈക്രോവേവിൽ 2 minutes വെക്കണം. സെറ്റായിട്ടുണ്ട്. ഇതില്ലേ നമ്മൾ 2 minute എന്നാ കണ്ടേ, പക്ഷെ നമ്മളൊരു 5 minute വെച്ചു. ഇത് ഭയങ്കര ലൂസ് ആയതുകൊണ്ട് ആവാൻ കുറച്ച് സമയം എടുത്തു. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. മീന ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താണ്? എങ്ങനെ ഉണ്ടാവും? നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇത് ഫ്ലിപ്പ് നോക്കട്ടെ കേട്ടോ. ഓ, ഇത് കണ്ടാ നിങ്ങൾ ഗൈസ്? ഇവിടെ സെറ്റാ, ഇങ്ങനെ കാണാനൊക്കെ ഭംഗിയുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബ്രൗണി. ഒരു വീറ്റിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു മണമുണ്ട് അതിൻ്റെ നല്ലപോലെ. നമുക്ക് മുറിച്ച് നോക്കാം കേട്ടോ. മുറിച്ചിട്ട് മീന ചേച്ചി കഴിക്കുവേ ആദ്യത്തെ ബൈറ്റ്. ഓക്കെ. ഒരു ബ്രൗണി ഫീലൊക്കെ ഉണ്ട്. ചെറുതെടുക്കാം, എങ്ങാനും കൊള്ളൂലെങ്കിലും. കുഴപ്പമില്ല, നല്ലതാണ്, സദ്യയായിട്ട് നല്ല നല്ല ക്രേവിങ്സ് ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ ഓക്കെയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഹെൽത്തിയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ വിചാരിച്ച പോലെ വീറ്റിന്റെ ഒരു ഇതില്ല, അത്രയും കുഴപ്പമില്ല. ചേച്ചി കഴിച്ചു നോക്ക്. വാ, ഞാൻ കഴിക്കാം. വാ, ഞാൻ കഴിക്കാം, നോക്കട്ടോ. മീന ചേച്ചി ട്രൈ ചെയ്യാണ് ഗൈസ്. മീന ചേച്ചിയാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും, ഫുഡിന്റെ മെയിൻ ആള്. പറയുന്നുണ്ട് എന്നെ പറ്റിച്ചാണോ? ഇഷ്ടായില്ലേ? ശരിക്കും ഇഷ്ടായില്ല? ഇങ്ങനെയൊക്കെ തന്നെ ബ്രൗണി ഇരിക്കുന്നേ, മധുരം കുറച്ച്. ആ മേളിലിട്ട ചോക്ലേറ്റും ചോക്കോ ചിപ്പും കൊള്ളാം. അപ്പൊ ഇഷ്ടായില്ലേ? മധുരമില്ല. മധുരമില്ല, നോ ഷുഗർ അല്ലേ? അല്ല, മീനൊരു ഇഷ്ടായില്ല. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ അല്ല, എനിക്ക് ഇഷ്ടമായി കേട്ടോ, സത്യമായിട്ട് എനിക്ക് ഇഷ്ടമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം ഉണ്ടെങ്കിൽ നല്ല, കുറച്ചുകൂടി നല്ലതായിരുന്നു. പക്ഷെ ഇത് മധുരം ഇല്ലല്ലോ. പക്ഷെ കുറച്ച് മധുരം എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിന്റെ ഒക്കെ ആ വീറ്റ് നമ്മൾ വിചാരിച്ചില്ലേ, വീറ്റിന്റെ മണം നമുക്ക് ഇടയിൽ ഭയങ്കരമായിട്ട് വന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു അവസാനം ഗോതമ്പ് പുഴുങ്ങിയ പോലെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ചേച്ചിക്ക് ഇഷ്ടമായില്ല. മീന ചേച്ചി റെക്കമെൻഡ് ചെയ്യില്ല ഗൈസ്, ഇത് ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ പറയും ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ബ്രൗണീസ് നോക്കണം. ക്രേവിങ്സ് ഒക്കെ സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. പിന്നെ ആകെയുള്ള 2 minute അല്ല നമ്മൾ വെച്ച്, നമ്മൾ 5 minute വെച്ചു മൈക്രോവേവ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കണ്ട വീഡിയോയിൽ ഇത്രയും എന്താ പറയുക, സാധനം മിക്സ് ചെയ്ത് വന്നപ്പം ഇത്രയും ലൂസ് അല്ലായിരുന്നു. നമ്മുടെ കുറച്ച് ലൂസായി, എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് ഓക്കെ ആണ്. ലൈക്ക് പെട്ടെന്ന് നമുക്ക് ഭയങ്കര ക്രേവിങ്സ് വരുന്ന സമയത്ത് എടുത്ത് കഴിക്കാൻ എനിക്ക് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. ഓക്കെ, ബൈ. കുറച്ചൊരു പിണ്ണാക്കും.
പിണ്ണാക്കോരെ. ആകപ്പാട് ആ ചോക്കോ ചിപ്പും ആ മേളിൽ ചെത്തിയിട്ട ചോക്ലേറ്റും ഇല്ലായിരുന്നെങ്കിൽ ഒട്ടും കൊള്ളൂലായിരുന്നു.